ജിം ആൻഡ് അശോ ഭായി ഒന്ന് പറഞ്ഞതാണ്. അതൊരു ടൈം എടുത്തൊക്കെ വരുള്ളൂ. കൂടെ ഒക്കെ എടുത്ത് നമ്മളെ കൂടെ പറഞ്ഞ ഒരു വണ്ടി. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു പോലീസിന്റെ ഒരു മൊത്തത്തിലൊരു ഇടപെടൽ? കാരണം ആക്സിഡന്റ് ആയ സമയത്ത് അവിടെ ക്യാമറാസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു നാഷണൽ പവർ ലിഫ്റ്ററാണ്, ഞാൻ നാഷണൽ വെയിറ്റ് ലിഫ്റ്ററാണ്, ഞാൻ ഓൾ ഇന്ത്യ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളാണ്. പിന്നെ എൻ്റെ എന്തോ ലക്കിനാണ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നത്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അഖിൽ. ഞാൻ ട്രിവാൻഡ്രത്ത് ഇവോൾവ് ആൻഡ് ജിം ഫിറ്റ്നസിൻ്റെ പാർട്ട്ണറാണ്. ഞാൻ എൻ്റെ ഒരു ന്യൂ ബൈക്കിൻ്റെ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത്. ഞാൻ റീസെൻ്റ്ലി ഒരു 1 month ആവുന്നതിൽ ഞാനൊരു ട്രയംഫ് സ്ക്രാംബ്ലർ 400X ഓൺ ചെയ്തിട്ടുണ്ട്. മുന്നേ എൻ്റെ കയ്യിലിരുന്ന ബൈക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റിയോർ 350 ആണ്, റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കാണ്. ആ റോയൽ എൻഫീൽഡിൽ നിന്ന് ട്രയംഫിലോട്ട് വന്നപ്പോൾ എക്സ്പീരിയൻസ് ഭയങ്കര വലുതാണ്. ഇത് ഇച്ചിരി നല്ല, ഇത് ഒന്ന് മെരുക്കാൻ കുറച്ച് പാടുള്ളൊരു വെഹിക്കിളാണ്. ഞാൻ ബൈക്സൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ ഒരു ടെസ്റ്റ് റൈഡൊക്കെ ചെയ്ത് എടുത്തൊരു ബൈക്കാണ്. പിന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ വണ്ടി ഭയങ്കരമായിട്ട് ഒരു പവർഫുൾ ആയിട്ടുള്ള ബൈക്കാണ്. നല്ല സ്പീഡും ടോർക്കും ഒരുപോലെ ഉള്ളൊരു വണ്ടിയാണ്. നമുക്ക് ഓൺ റോഡും ഓഫ് റോഡും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബൈക്കാണ്. പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് സേഫ്റ്റി ഗിയേഴ്സൊക്കെ യൂസ് ചെയ്ത് ഓടിക്കേണ്ട ഒരു വണ്ടിയാണ്. കാരണം വണ്ടി ജസ്റ്റ് ഒന്ന് നമ്മൾ കയ്യിൽ നിന്ന് പോയാൽ പോലും നമുക്ക് ഇതിൻ്റെ ഈ സൈഡൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, നമ്മളെ ബോഡി സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ബൈക്കാണ്. ഓക്കെ, താങ്ക് യു. അപ്പം ബ്രോയുടെ വണ്ടി നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പം ബ്രോ എന്തുകൊണ്ട് റോയൽ എൻഫീൽഡ്, ആദ്യം മീറ്റിയോർ 350 ആയിരുന്നില്ല, എന്തുകൊണ്ട് അതിൽ നിന്നും ഈ ട്രയംഫിലോട്ട് മാറാൻ കാരണം? എനിക്ക് ഒരു 1 month ago റീസെൻ്റ്ലി എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അത് ഒരു ഓൾഡ് ലേഡി എൻ്റെ ബൈക്കിൻ്റെ ഫ്രണ്ടിലോട്ട് ചാടുമായിരുന്നു, റോഡൊന്നും നോക്കാണ്ട് ശ്രദ്ധിക്കാണ്ട്. പുള്ളിക്കാരിക്ക് ഐക്ക് കുറച്ച് പ്രശ്നമുള്ള ആളാണ്. അപ്പം പുള്ളിക്കാരി നേരെ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ചാടി. എനിക്ക് കറക്റ്റായിട്ട് ബ്രേക്ക് നിർത്താൻ പറ്റിയില്ല. ജസ്റ്റ് ഈ ഒരു ഡിസ്റ്റൻസ് കാണത്തുള്ളൂ, പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് ആ ബ്രേക്കിംഗ് എനിക്ക് ചെയ്ത് വണ്ടി നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പുള്ളിക്കാരി ഇടിച്ചു. ഞാനും സൈഡിലൊരു മെഡിക്കൽ ഷോപ്പിലോട്ട് എൻ്റെ വണ്ടി ഇടിച്ച് കയറുമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരിക്ക് ചെറിയ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ വണ്ടി ഫുള്ളി ഇൻഷുറൻസിലാണ്. അപ്പം പിന്നെ പോലീസ് സ്റ്റേഷനിൽ കേസായിട്ട് പോയി. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇപ്പം ഓക്കെ. അപ്പോൾ ബ്രോ ആ വണ്ടി കൊടുക്കാൻ തീരുമാനമുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. വണ്ടി ഞാൻ കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തിട്ട് ഞാൻ രണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ 2 ബൈക്കും യൂസ് ചെയ്യാം. 2 ബൈക്കും. റോയൽ എൻഫീൽഡ് മടുത്തിട്ടല്ല ബ്രോ ട്രയംഫിലോട്ട് മാറിയത്? ഒരിക്കലുമല്ല. എനിക്ക് ബൈക്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ബൈക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. LBD വന്ന് വണ്ടി കണ്ട് എല്ലാം കുറച്ച് പേപ്പർ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം പിന്നെ ട്രയംഫ് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നൊരു വെഹിക്കിളായിരുന്നു. എൻ്റെ ഫ്രണ്ടിന് സ്പീഡ് 400 ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഓടിച്ച് ഞാൻ വളരെയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു വണ്ടി. പിന്നെ ഞാൻ ഇപ്പോൾ എടുത്ത സ്പീഡല്ല, സ്ക്രാംബ്ലർ 400X ആണ്. കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയ വണ്ടിയാണ്, കുറച്ചുകൂടെ ഓഫ് റോഡും ഓൺ റോഡും കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ ഞാൻ പോയിട്ട് കമ്പനി പോയിട്ട് ടെസ്റ്റ് റൈഡ് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് എൻ്റെ ഒരു ബൈക്ക് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ പോയി ആ സമയത്ത് എടുത്തതാണ്. ഓക്കെ ബ്രോ, ട്രയംഫ് അപ്പോൾ ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ളതുകൊണ്ടാണ് എടുത്തത്. അതെ. ഇൻ കേസ് ട്രയംഫ് അല്ലായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി നോക്കുമായിരുന്നു? എനിക്ക് ഹാർലി എൻ്റെ മൈൻഡിലുള്ള വണ്ടിയാണ്, പക്ഷേ ഇവിടെ അതിന് കറക്റ്റായിട്ടുള്ള സർവീസ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ എന്തെങ്കിലും ചെറിയ പണി വന്നാലും അത് എറണാകുളത്ത് അല്ലെങ്കിൽ കൊച്ചി കൊണ്ടുപോയി പണി ചെയ്യേണ്ടി വരും. അപ്പം എനിക്ക് ബൈക്ക് ഒരുപാട് നാൾ കയ്യിലില്ലായിരുന്നാൽ ഭയങ്കരമായിട്ട് എനിക്കത് ഓക്കെ അല്ല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ ആകുമ്പം ട്രയംഫിൻ്റെ ഷോറൂം നമുക്കിവിടെ കൈമനത്തുണ്ട്. അപ്പം ഓക്കെയാണ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എനിക്ക് അപ്പം തന്നെ കൊണ്ട് എനിക്കൊരു 2 days വണ്ടി ശരിയായി കിട്ടും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ട്രയംഫ് നോക്കിയത്. ഓക്കെ ബ്രോ. സോ ഇതുവരെ ഉള്ള ബ്രോ ഇപ്പോൾ ഏകദേശം 1 month ആയിട്ടുണ്ട് വണ്ടി മേടിച്ചിട്ട്. അപ്പോൾ ഇതുവരെ ഉള്ള ബ്രോയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ ട്രയംഫിൽ? വണ്ടി നമ്മളെ റോഡിന് പറ്റിയ വണ്ടിയല്ല, ഞാൻ അതിന് പറയാം. കാരണം നമ്മളെ കേരളത്തിലെ റോഡ് അത്ര സേഫ്റ്റി അല്ല, ഒരു റൈഡർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ റോഡല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, റീസെൻ്റ്ലി ഒരു ഓൾഡ് ലേഡി എൻ്റെ വണ്ടി ഫ്രണ്ടിലോട്ട് ചാടുമായിരുന്നു, അങ്ങനെ പറ്റിയതാണ്. ഇപ്പം അങ്ങനെയൊന്നും ആരും നമ്മളെ റോഡിലോട്ടൊന്നും ക്രോസ് ചെയ്ത് വരത്തില്ല എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടബിളായിട്ട് റൈഡ് ചെയ്ത് പോവാം. പിന്നെ നമുക്കൊരു മിനിമം നമ്മളുടെ ഒരു ബൈക്കിന് ഒരു 5 to 6 years ഉണ്ട്, അത് മാറിപ്പോവാൻ ഒരു മിനിമം സ്പീഡ് വേണം, അതേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമുക്ക് എന്ത് പറയാം, കറക്റ്റായിട്ട് വണ്ടി റൈഡ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഈ റോഡിലുണ്ട്. ഈവൻ ഡോഗ്സ്, ഈ പ്രായമായിട്ടുള്ള ആൾക്കാർ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സംവിധാനം ഇപ്പം കേരളത്തിലില്ല. ഇപ്പം എൻ്റെ എന്തോ ലക്കിനാണ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നത്. ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എന്നിട്ടും എനിക്ക് കാലിലും
കയ്യിലും വയലിലൊക്കെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. ഓക്കെ. അപ്പോൾ കുറച്ചുകൂടെ സേഫ്റ്റി ഗിയേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തോണം ഈ ട്രയംഫ് ബൈക്കിൽ ഓടിക്കാൻ വേണ്ടി. കാരണം നമ്മൾ ജസ്റ്റ് അതിൽ നിന്നൊരു 40 കിലോമീറ്റർ സ്പീഡിൽ ആ വണ്ടിയും ചരിഞ്ഞ് വീണാലും നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം സ്ക്രാച്ചസ് ആവും, വണ്ടിയും ഡാമേജ് ആവും, പിന്നെ ആ വണ്ടി മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പം നമ്മൾ വണ്ടി അത്യാവശ്യം കെയർഫുൾ ആയിട്ട് വേണം കൊണ്ടുപോകാനുള്ള. പിന്നെ കുറച്ചൊരു അലേർട്ടായിട്ട് ഓടിക്കേണ്ട ഒരു ബൈക്കാണ്. നമ്മൾ ചുമ്മാ കെയർലെസ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. നമ്മൾ ആ വണ്ടി കെയർ ചെയ്യുന്ന നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം കെയർഫുൾ ആയിരിക്കണം. നമ്മൾ സറൗണ്ടിങ്സ് ഒക്കെ നമ്മൾ വാച്ച് ചെയ്യണം. പിന്നെ അത്ര വലിയ ഓവർ സ്പീഡ് എടുക്കാതിരിക്കണം കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ അത്രയും നമുക്കൊരു സ്ട്രെച്ച് റോഡ് കിട്ടിയാൽ മാത്രം ഹൈവേസിൽ മാത്രം ആ ഒരു സ്പീഡ് എടുക്കുക. അല്ലാണ്ട് നമ്മളുടെ ഈ ഒരു റോഡിന് പറ്റിയൊരു വെഹിക്കിൾ അല്ല. നമ്മൾ ജസ്റ്റ് ഒരു ഹാപ്പിനെസ്സിന് ഓടിക്കുക എന്നുള്ളത്. വണ്ടിക്കാർ ഫുൾ എന്താ പറയുക, വണ്ടിയുടെ ഫുൾ ഫീച്ചേഴ്സൊക്കെ നമുക്ക് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഹൈവേ പോലത്തെ ഒരു സ്ട്രെച്ച് റോഡ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ബൈക്ക് ഈ കേരളത്തിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ സാർ. ഇപ്പോൾ ബ്രോ പറഞ്ഞ ഇപ്പം ഈ പെഡസ്ട്രിയൻസ് ഒരു വലിയൊരു ഇഷ്യൂ ആണ് നമുക്ക് റോഡിൽ. അപ്പോൾ അവർ നോക്കാതെ പെട്ടെന്ന് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ഈ പുറം രാജ്യങ്ങളിലൊക്കെ അവർക്ക് പെഡസ്ട്രിയൻസിന് ക്രോസ് ചെയ്യാൻ വേണ്ടി ആക്ച്വലി പെഡസ്ട്രിയൻസും അവെയർ ആണ്, അവർ എവിടെയാണ് ക്രോസ് ചെയ്യേണ്ടത്, സീബ്ര ക്രോസിലാണ് ക്രോസ് ചെയ്യേണ്ടത്. നമ്മൾ പെഡസ്ട്രിയൻസും അവെയർ ആണ്, വെഹിക്കിൾസും അവെയർ ആണ്. ഇപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ സിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പെഡസ്ട്രിയൻസ് ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് നിന്നാലും ഒരു വെഹിക്കിൾസും നിർത്തി തരാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പലർക്കും ഒരു അവയർനെസിന്റെ ഒരു കുറവുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതും മാറണം. പിന്നെ ബ്രോയ്ക്ക് ഇതല്ലാതെ ബ്രോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഇപ്പോൾ റോഡിൽ ഇപ്പം പോട്ടോൾസ് കുണ്ടും കുഴിയും ഓൾറെഡി ഉണ്ട്, നമുക്കിപ്പോൾ ഒന്നും നമ്മുടെ കയ്യിലല്ല, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിപ്പോൾ ഗവൺമെന്റ് തന്നെ ചെയ്യണം. പക്ഷേ ഈ ആൾക്കാർക്കൊന്നും മാറാല്ലേ? ഇപ്പം നമ്മുടെ ഈ വീഡിയോസ് കണ്ടാണെങ്കിലും ആൾക്കാർക്കൊന്നും മാറാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്രോ പറഞ്ഞ സേഫ്റ്റി ഗിയർ, ഇപ്പോൾ സേഫ്റ്റി ഗിയർ എന്ന് പറയുമ്പം ഇപ്പോൾ പലർക്കും അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. പലർക്കും എന്ന് പറയുമ്പോൾ ഒരു ലേമാൻ, ഒരു സാധാരണക്കാർക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഇവരുടെ വിചാരം ഈ കൂടുതലും ഈ റൈഡേഴ്സ് ഹിമാലയത്തിൽ പോകുമ്പോഴും അവർ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ബ്രോയ്ക്ക് അതിനെപ്പറ്റി ഇപ്പം എന്താണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സേഫ്റ്റി ഗിയർ, എന്താണ് ഒരു റൈഡർ ഒരു ബൈക്ക് യൂസ് ചെയ്യേണ്ട ആൾ ഉപയോഗിക്കേണ്ട ബേസിക് സേഫ്റ്റി ഗിയേഴ്സ് എന്തൊക്കെയാണ്? ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മളിപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ ബൈക്ക് എടുത്ത് മുന്നോട്ട് മൂവ് ചെയ്ത് പോവുകയാണ്. ജസ്റ്റ് മഴ പെയ്തിട്ടുണ്ട്, ഒരു ഡോഗ് ഫ്രണ്ടിലോട്ട് ചാടുകയാണ്. നമ്മൾ പെട്ടെന്ന് അലേർട്ട് ആവും അല്ലേ? നമ്മൾ ഫ്രണ്ട് ബ്രേക്കും ഒക്കെ നമ്മൾ പിടിച്ചൊന്ന് വണ്ടി സെറ്റ് ചെയ്യാൻ നോക്കും. ചിലപ്പോൾ മഴയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബൈക്ക് ജസ്റ്റ് സ്കിഡായി അങ്ങ് വീഴുമായിരിക്കും. ആ വീഴുന്ന സമയത്ത് ഫിയർ വെയറിങ് എ സൂട്ടബിൾ ജാക്കറ്റ് ഓർ സംതിങ്, നമുക്ക് അത്യാവശ്യം മുറിവുകളും കാര്യങ്ങളൊന്നും വരത്തില്ല. നമ്മൾ അപ്പം തന്നെ എണീക്കും. വണ്ടിക്ക് പറഞ്ഞാൽ ജസ്റ്റ് പണി, അത് നമുക്ക് പൈസ കൊടുത്ത് ശരിയാക്കാം. അതാണ് നമ്മൾ വീണ് കഴിഞ്ഞ് എന്തെങ്കിലും നമ്മളെ എല്ലിനോ ദേഹത്തോ എന്തെങ്കിലും വലിയൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും ഹീലായി വരാൻ. അപ്പം നമുക്ക് ജോലി സംബന്ധമല്ല തിരക്ക് കാണും, നമുക്ക് പൈസയ്ക്ക് അത്യാവശ്യം കാണും, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം സേഫ്റ്റി ഗിയേഴ്സിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം വരുന്ന നമ്മളുടെ ചെറിയ എന്തായാലും 2 വീലറാണ്, 2 വീലിലാണ് വണ്ടി ഓടുന്നത്, എങ്ങനെ പോയാലും നമ്മൾ വീഴും, അത് നമുക്ക് കൺഫേം ആണ്. ഇപ്പോൾ കാറ് 4 വീലുണ്ട്, സേഫ്റ്റിയാണ്, നമ്മൾ വീഴത്തില്ല. എവിടെയും പോയി തട്ടയും മുട്ടയും ഒരച്ചിലും കാര്യങ്ങളും മാത്രമേ വരത്തുള്ളൂ. ബൈക്സ് എന്ന് പറയുമ്പം നമ്മൾ ഹെൽമെറ്റും വെച്ച് ഹെൽമെറ്റ് വയ്ക്കുന്നത് നമ്മളെ തല പ്രൊട്ടക്ട് ചെയ്യണം. തല മാത്രമല്ല, ഈ സേഫ്റ്റി ഗിയേഴ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മളെ ബോൺസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒരുപാട് കാലം ജീവിക്കാനുള്ളതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കാനുള്ളൂ ഈ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ലൈഫിൽ. അപ്പം നമ്മുടെ കുറച്ചുകൂടെ ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മളിങ്ങനത്തെ ലൈഫ്, നമ്മൾ ഈ ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് നമ്മുടെ ഹാൻഡിൽ ഇടാൻ പറ്റുന്ന ഗ്ലൗസും കാര്യങ്ങളുണ്ട്. ഇപ്പം അതിൽ തന്നെ ഗ്ലൗസ് ചിലർ സ്റ്റൈലിന് മാത്രം ഉപയോഗിക്കുന്നുണ്ട്, അതിൽ പക്ഷേ സേഫ്റ്റി ഒന്നുമില്ല. ഇപ്പം നോക്സിൻ്റെ ഒക്കെ ഇപ്പോൾ നമുക്കൊരു ഗിയർ ആണെങ്കിൽ ഒരു 3000 റുപ്പീസിന് അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ ഉള്ള നമുക്കൊരു ഗിയർ കിട്ടും, കയ്യിലിടുന്ന ഗിയറും ജാക്കറ്റും കിട്ടും. അപ്പോൾ ഇത് ആൾക്കാർക്കൊരു ഹെസിറ്റേഷനാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഓഫീസിൽ പോകുമ്പോൾ ഇതിടണോ, ആൾക്കാർ കളിയാക്കോ, അപ്പം അങ്ങനെ ഒരു ഹെസിറ്റേഷൻ ഉണ്ട്. അത് മാറി പുറത്ത് വരണം. ഇപ്പോൾ എനിക്കും എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ ഞാൻ സേഫ്റ്റി ഗിയർ ഇപ്പോൾ ഞാനൊരു ഗ്ലൗസ് ഉപയോഗിക്കാറുണ്ട്, റൈനോക്സിൻ്റെ ഒരു ഗ്ലൗസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവരുടെ വീട്ടിൽ പോകുമ്പോഴായാലും ഞാനത് ഉപയോഗിച്ചുകൊണ്ട്, അപ്പോൾ അവരൊക്കെ എന്നെ ഒരുപാട് കളിയാക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം ഇപ്പം നമുക്ക് വീട് കഴിഞ്ഞാൽ നമുക്കാണല്ലോ അഫക്റ്റ് ചെയ്യുന്നുള്ളൊരു സാധനമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളത് മാക്സിമം ഉപയോഗിക്കുക. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാരോട് നമ്മൾ അത് തന്നെയാണ് പറയുന്നത്, മാക്സിമം ഒരു പ്രോപ്പറായിട്ടുള്ള ഹെൽമെറ്റ് വെയർ ചെയ്യുക, നിങ്ങളെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഒരു ഗിയർ മേടിച്ചിടുക. എപ്പോഴും ലോങ് റൈഡൊക്കെ പോകുമ്പം അത് യൂസ് ചെയ്യുക. എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റാൻ പാടില്ല. ബൈക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ശരിയാക്കാം. ബൈക്ക് ശരിയാക്കാൻ നമ്മൾ വേണം അല്ലേ? നമ്മൾ വേണമെങ്കിൽ നമ്മൾ അത്യാവശ്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് സേഫ്റ്റി ആയിട്ട് പോകണം. ഇപ്പോൾ ബ്രോയ്ക്ക് ഇപ്പം ബ്രോയുടെ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് ആണ് ഉള്ളത്. ഇപ്പം ഫുൾ ഫേസ് ആണോ ഹാഫ് ഫേസ് ആണോ? ചിലരിപ്പം കുറച്ച് സ്റ്റൈലൊക്കെ കാണിക്കാൻ വേണ്ടി ഇപ്പം ഹാഫ് ഹെൽമെറ്റ് ധരിക്കുന്നത് തന്നെ വളരെ കുറച്ച് പേര്, ഇപ്പം നമുക്ക് തന്നെ സിറ്റിയിൽ ഇപ്പം കുറച്ച് പേരെ കാണുന്നുള്ളൂ. ഹാഫ് ഫേസ് ധരിക്കുന്നത് നല്ലതാണ്, പക്ഷെ സ്റ്റിൽ ഹാഫ് ഫേസും ഫുൾ ഫേസും വെച്ച് നോക്കുമ്പോൾ ഏതാണ് കുറച്ചുകൂടി ബെറ്റർ? ഹാഫ് ഫേസ് നമ്മൾ കുറച്ചുകൂടെ പറയുമ്പോൾ നമ്മളെ ലുക്സ് പുറത്ത് കാണിക്കാൻ വേണ്ടി ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എവിടെയെങ്കിലും അത്യാവശ്യം വലിയൊരു ആക്സിഡൻ്റ് ആണ്, നമ്മൾ അത്യാവശ്യം
നല്ലൊരു ആക്സിഡൻറ്റ് പറ്റി നമ്മൾ വണ്ടിയിൽ തെറിച്ച് പോകാനുള്ള സാധ്യതകളുണ്ട് ഇല്ലേ. ഇപ്പം നമ്മൾ തെറിച്ചൊരു പോസ്റ്റിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫേസ് ഇങ്ങനെ കവർ ചെയ്താണോ ഇടിക്കുന്നതെങ്കിൽ നമ്മൾ ആ ഹെൽമെറ്റ് നമ്മൾ ഒരിക്കലും പ്രൊട്ടക്റ്റ് ചെയ്യത്തില്ല. എപ്പോഴും ഒരു ഫുൾ കവേർഡ് ഹെൽമെറ്റ് നമ്മളുടെ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മളുടെ ഫേസിന് ഒരു പ്രൊട്ടക്ഷൻ, നമ്മളെ ലുക്സിനപ്പുറം ഹെൽമെറ്റ് ഊരിയാലും നമുക്ക് മുഖം കാണിക്കാം. ബൈക്കിൽ പോകുമ്പോൾ മാത്രമല്ല ലുക്സ്, അത് കഴിഞ്ഞ് ലുക്സ് കീപ്പ് ചെയ്യാം. നമ്മൾ എനിക്ക് കാണുന്നത് ഒരുപാട് ലേഡീസാണ് അങ്ങനത്തെ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത്. ലേഡീസും ജെന്റ്സും ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. അത് എനിക്കൊന്ന് ഈ കമ്പനീസ് ലേഡീസിന്റെ ഹെൽമെറ്റ് അതും കഴുത്തിന്റെ ഫുൾ അറ്റം വരെയും കവർ ചെയ്യുന്നില്ല, ലേഡീസിന് കുറച്ച് മേള് വരെ ഉള്ളൂ. അതെ അതെ അതെ. ഓക്കെ, ഇപ്പൊ ബ്രോ സൺഗ്ലാസിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ സൺഗ്ലാസ് ആക്ച്വലി ഇപ്പൊ ബൈക്കിലാണെങ്കിലും കാറിൽ പോകുമ്പോഴൊക്കെ സൺഗ്ലാസ് ആക്ച്വലി യൂസ്ഫുൾ അല്ലേ നമ്മുടെ ഒരു റോഡിൽ? ഉറപ്പാണ്. നമ്മൾ ആ കണ്ണിലോട്ട് വരുന്ന UV റേസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൺഗ്ലാസ് യൂസ് ചെയ്ത് റൈഡ് ചെയ്യുന്നത് എപ്പോഴും ഓക്കെയാണ്. അത് മാത്രം നമ്മൾ സ്പീഡിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും പൊടി കണ്ണി അടിച്ചാൽ നമ്മൾ കണ്ണിങ്ങനെ കാക്കും. ആ സമയത്ത് നമ്മുടെ ശ്രദ്ധ മാറും. വണ്ടി ഫ്രണ്ടിൽ എന്തെങ്കിലും വന്നതിന് നമുക്ക് കറക്റ്റായിട്ട് ആ ബ്രേക്കിങ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം സൺഗ്ലാസ് യൂസ് ചെയ്യാൻ എപ്പോഴും നല്ലതാണ്. ആ പൊടിയൊന്നും നമ്മൾ കണ്ണിൽ കയറില്ല, കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് റൈഡ് ചെയ്യാം. ഓക്കെ ബ്രോ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം ബ്രോ ട്രയംഫിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ബ്രോയ്ക്ക് തോന്നിയ ഇപ്പം ഈ ഒരു വെഹിക്കിളിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഒബ്വിയസ്ലി അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ്. ആ വണ്ടിക്ക് ഒരു 39.5 bhp പവറുണ്ട്, 37.5 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പം അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ്. അത് ഒബ്വിയസ്ലി നമ്മുടെ ഈ റോഡിൽ ഈ ഒരുപാട് ആൾക്കാർ ചാടുന്നതും പട്ടി ചാടുന്നതൊക്കെ ആയിട്ടുള്ള കുണ്ടും കുഴിയുള്ള നമ്മുടെ കേരളത്തിലെ റോഡിൽ ഈ വണ്ടി ഓടിക്കാൻ കുറച്ച് പാടാണ്. അല്ലാണ്ട് വണ്ടിക്ക് ഒരു പ്രോബ്ലം അല്ല. വണ്ടി ഈസ് എ പെർഫെക്റ്റ് ബ്രിട്ടീഷ് വെഹിക്കിൾ. ഓക്കെ ബ്രോ, അപ്പം നമ്മുടെ ഇപ്പം ഞാനിപ്പം അങ്ങോട്ട് വന്നപ്പോൾ ബ്രോയുടെ വണ്ടിയുടെ ബാക്കിലാണ് ഇരുന്ന് വന്നത്. അപ്പോൾ ബാക്കിൽ ഇരിക്കുമ്പോൾ ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ആക്സിലറേഷൻ കൊടുക്കുമ്പം നേരെ പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ റോഡിലോട്ട് വീഴാനുള്ളൊരു പോസിബിലിറ്റി ഇല്ലേ? കാരണം ഇപ്പം ഇങ്ങനത്തെ പോലത്തെ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ബൈക്സിൽ ഇരിക്കാൻ ഒരു പൊസിഷൻ ഉണ്ട്. നമ്മൾ നോർമൽ ഇപ്പം സ്പ്ലെൻഡറിലോ ഒക്കെ ഇരിക്കും പോലെ അല്ല ഈ ഒരു ബൈക്കിൽ ഇരിക്കുമ്പോൾ. നമ്മൾ കുറച്ചുകൂടെ ഫോർവേഡ്, കുറച്ചുകൂടെ മുന്നോട്ട് റൈഡറിനോട് ചേർന്ന് ചെറിയൊരു ഗ്രിപ്പ് ഇട്ടുകൊണ്ട് ഇരിക്കാം. അപ്പം എത്ര ആക്സിലറേഷൻ വന്നാലും നമുക്ക് ബാക്കിലോട്ട് പോകാനുള്ള ടെൻഡൻസി നമുക്കൊന്ന് കുറഞ്ഞു കിട്ടും. നമ്മൾ കുറച്ചുകൂടെ ഇരിക്കേണ്ട ആ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഓക്കെ ബ്രോ, അപ്പം നമുക്ക് രണ്ട് സൈഡും കാലിട്ടിട്ട് ഇപ്പം അങ്ങനെ ബ്രോ പറഞ്ഞൊരു പൊസിഷൻ ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് പില്ലിയൻ റൈഡറിന് കുറച്ച് സേഫ്റ്റി ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പൊതുവെ ഇന്ത്യൻസിന് ഇപ്പം ലേഡീസ് ഒക്കെ സാരി ഉടുത്ത് പോകുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിരുന്നു. അവർ ഒരിക്കലും സാരി ഉടുത്ത് ഈ വണ്ടി കയറാൻ പാടില്ല. ഇല്ല, അങ്ങനെ സൈഡ് ചരിഞ്ഞിരുന്ന് പോകാനുള്ള ഒരു ഇന്ത്യൻ വെഹിക്കിൾ അല്ല ഇത്. ഇത് കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ബൈക്കാണ്. ഈ ഇരിക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സേഫ്റ്റി ഗിയേഴ്സ് ബാക്കിലുള്ള റൈഡർക്കും വേണം. അപ്പൊ സാരി അങ്ങനെയുള്ള ഇത് ഉപയോഗിക്കുന്നവര് ഒരിക്കലും അങ്ങനെ ഒന്നും യൂസ് ചെയ്ത് ബൈക്കിൽ കയറാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം അത് ഒരു പക്ഷേ നമ്മൾ ഒരു സൈഡിൽ നോക്കുമ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ലേ? ഇപ്പൊ നമുക്ക് പേരൻസിന് ഒരിക്കലും ഇപ്പം അമ്മമാരെ ഇപ്പൊ സാരി കൊടുക്കുന്നവരാണെങ്കിൽ നമുക്ക് അവരൊരിക്കലും ബൈക്കിൽ കൊണ്ടുപോകാനുള്ളൊരു പോസിബിലിറ്റി കുറവാണ്. പിന്നെ എന്തെങ്കിലും ഓണപരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം വൈഫിനെ ആരെങ്കിലും കൊണ്ടുപോയി അതും പാട് തന്നെ ആയിരിക്കും. ഈ ഒരു രണ്ട് ബ്രോയെ പോലെ ഒരു വണ്ടിയും അവർ കൊണ്ടുപോയ ഒരു ബൈക്കും. ഓക്കെ ബ്രോ, ബ്രോയുടെ ആദ്യത്തെ വണ്ടി മീറ്റിയോർ 350 ആണല്ലോ. അതിലെ കുറച്ച് പോസിറ്റീവ്സ് എന്തൊക്കെയാണ് ബ്രോയ്ക്ക് ഫീൽ ചെയ്തത്? എൻ്റെ ഫസ്റ്റ് വെഹിക്കിൾ വന്നിട്ട് ഒരു പ്ലാറ്റിനയാണ്. CT 100 ആണ് എൻ്റെ ഫസ്റ്റ് വെഹിക്കിൾ. അതിൽ നിന്ന് ഞാൻ മാറുന്ന വെഹിക്കിളാണ് റോയൽ എൻഫീൽഡ് 350. എനിക്ക് ഒരുപാട് ആക്സിഡൻറ്റ്സ് അതിൽ നിന്ന് പറ്റിയിട്ടില്ല, വളരെ കുറവാണ്. റോയൽ എൻഫീൽഡ് എന്ന് പറയാൻ കുറച്ചുകൂടെ സേഫറായിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. പ്രത്യേകിച്ച് അത് അതിൻ്റെ ഫീല് ഭയങ്കര ഡിഫറെൻ്റാണ്. അത് നമ്മളെ പഴയ കാലത്ത് ആ ഒരു വണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സംഭവങ്ങൾ ഇപ്പോഴത്തെ ബൈക്സിലും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വണ്ടി സ്പീഡും കാര്യങ്ങളുണ്ട്. എന്നാലും ഇപ്പോൾ ഇങ്ങനത്തെ ട്രയംഫ്, ഹാർലി ഡേവിഡ്സൺ, ഇപ്പോൾ പറയുന്ന പോലെ കവാസാക്കി, അങ്ങനത്തെ കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ള ബൈക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത് നമുക്ക് കുറച്ചുകൂടെ സേഫർ സൈഡ് കുറച്ചുകൂടെ റോയൽ എൻഫീൽഡാണ്. എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ടൈം എടുത്തൊക്കെ വരുള്ളൂ. കൂടെയൊക്കെ എടുത്ത് നമ്മളെ കൂടെ വരുന്ന ഒരു വണ്ടിയാണ്. അതിന് ആ ഒരു പ്രത്യേകിച്ചുള്ള ആ ഒരു വലിയ ഇപ്പം റോയൽ എൻഫീൽഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർസെപ്റ്റർ അങ്ങനെ ഇപ്പോൾ വേറെ വേരിയന്റ് വണ്ടി വന്നു. മീറ്റർ 350 കുറച്ചുകൂടെ ഇണങ്ങുന്ന ഒരു വണ്ടിയാണ്. ഇന്ത്യൻ റോഡ്സിനും കറക്റ്റ് ആയിട്ട് പിന്നെ ഓക്കെയാണ്, പക്കയാണ്. ഇപ്പം പറഞ്ഞ പോലെ സാരി ഉടുത്ത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ റോയൽ എൻഫീൽഡ് ഇരിക്കാം. സേഫാണ്, ഫാമിലി വണ്ടിയാണ് റോയൽ എൻഫീൽഡ്. ഞാൻ ആദ്യമൊക്കെ എൻ്റെ മീറ്റിയോർ എടുക്കുന്ന സമയത്ത് ഫാദറൊക്കെ വളരെ സപ്പോർട്ട് ചെയ്തു റോയൽ എൻഫീൽഡ്. ബാക്കി ഒരു വെഹിക്കിളിലോട്ടും വീട്ടുകാർ, കാരണം റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്, വേറെ പേടിക്കൊന്നുമില്ല എന്നാണ് അവർ ചെയ്തത്. പിന്നെ ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ എടുത്തതാണ്. ഇപ്പോഴും വീട്ടുകാർക്ക് ഞാൻ വണ്ടി പോകുമ്പോഴും വരുമ്പോഴും അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ
അവർക്കൊരു പേടി തന്നെയാണ്. പക്ഷേ റോയൽ എൻഫീൽഡ് എപ്പോഴും വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു ഓക്കെ വെഹിക്കിളാണ്. ഇപ്പോഴും മീറ്റർ 350 എൻ്റെ ഒരു മോനെ പോലെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ഉടനെ തന്നെ അത് വർഷത്തിൽ കയറ്റുന്നുണ്ട്, വണ്ടി ശരിയാക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും ആ വണ്ടി വയ്ക്കത്തില്ല. ഞാൻ 2 ദിവസം ഈ ബൈക്കിൽ പോയി 2 ദിവസം ആ ബൈക്കിലായിരിക്കും വരുന്നത്. ബ്രോ, അപ്പം നമ്മുടെ ഇപ്പം ബ്രോ പറഞ്ഞ മറ്റേ ആക്സിഡന്റ് കേസൊക്കെ ആയിട്ട് പോലീസൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു പോലീസിന്റെ ഒരു മൊത്തത്തിലൊരു ഇടപെടൽ? കാരണം ആക്സിഡന്റ് ആയ സമയത്ത് അവിടെ ക്യാമറാസ് ഉണ്ടായിരുന്നു. അപ്പം പോലീസുകാർ ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് 0% ആണ്. പുള്ളിക്കാർ ചാടിയതാണ്. അതും എനിക്ക് ബൈക്ക് ബ്രേക്ക് ചെയ്ത് നിർത്താനുള്ള ആ ഒരു ഡിസ്റ്റൻസ് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അവർ ക്യാമറ വഴി ആ ഒരു വിഷ്വൽ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് പോലീസിൻ്റെ നിന്നൊക്കെ വളരെ നല്ലതായിട്ടുള്ളൊരു പെരുമാറ്റമായിരുന്നു. അവരങ്ങനെ എൻ്റെ അടുത്ത് നീ അല്ലേ സ്പീഡിൽ ഓടിച്ചത്, അവരെ കൊണ്ട് ഇടിച്ചതല്ലേ, അങ്ങനെയൊന്നുമില്ല. അവർ കറക്റ്റായിട്ട് അവർ അന്വേഷിച്ചു. എന്നെ ആ സ്റ്റേഷനിൽ വിളിക്കുന്നതിന് മുന്നേ അവർ എന്താണ് നടന്നത് കാര്യങ്ങളെല്ലാം അവർ എല്ലാ റെക്കോർഡിങ്ങിലും എഴുതി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വീണ്ടും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ നല്ല പെരുമാറ്റമായിരുന്നു. ഇവിടെ നമ്മുടെ കരമന പോലീസ് സ്റ്റേഷനായിരുന്നു. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അവർ കറക്റ്റായിട്ട് എല്ലാം ചെയ്തു. എൻ്റെ വെഹിക്കിളൊക്കെ വന്ന് നോക്കി. എനിക്ക് ഇപ്പം എൻ്റെ വണ്ടി എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ ഓക്കെയാണ്. അപ്പോൾ കരമന പോലീസിന് ഒരു ഷൗട്ട് ഔട്ട്. അതെ. അപ്പോൾ ബ്രോ പറഞ്ഞു ഇപ്പോൾ ഇൻ കേസ് അവിടെ ഒരു ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പം ഒബ്വിയസ്ലി എൻ്റെ വണ്ടിയിൽ ഞാൻ സ്പീഡിൽ വന്നെന്നേ പറയത്തുള്ളൂ. ബ്രോയുടെ ഒരു സൈസും ഈ ജിമ്മും ഒക്കെ കാണുമ്പോൾ ഉറപ്പായിട്ടും ഗാഡിയും കാണുമ്പോൾ ഞാൻ സ്പീഡിൽ വന്നു ഇടിച്ച് തെറിപ്പിച്ചു എന്നേ പറയും. പക്ഷേ ഈ പറയുന്ന പോലെ എല്ലായിടത്തും ഈ പറയുന്ന പോലെ ക്യാമറാസും കാര്യങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒബ്വിയസ്ലി നമ്മുടെ വെഹിക്കിളിൽ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്തുള്ള റൈറ്റ്സ് നമുക്ക് പറയാൻ നമ്മളെ ഈ ക്യാമറാസ് മാത്രമേ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം അവിടെ ക്യാമറ ഇല്ല. ഇപ്പം അവിടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഞാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, അത് കീപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നമില്ല. ഇപ്പം എൻ്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ പേരിൽ കേസാവും. ഒബ്വിയസ്ലി ഞാൻ ജയിലിൽ പോകുന്നുണ്ട്. അപ്പോൾ ബ്രോ അത് ഒരു കാര്യം. അപ്പോൾ അടുത്ത് നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം റോഡ് റേജ് എന്തെങ്കിലും റോഡിൽ വഴക്കും കാര്യങ്ങളിലും ഇൻവോൾവ് ആയിട്ടുണ്ടോ ബ്രോയ്ക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ടൈമിൽ? ഈ അങ്ങോട്ട് പോകുമ്പോൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെറിയ ജസ്റ്റ് പോയിട്ട് എവിടെ നോക്കിയാടാ പോകുന്നെന്ന് ആരെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടോ? എന്നും നടക്കാറുള്ള കാര്യം ആണല്ലേ? എന്നും, പ്രത്യേകിച്ച് KSRTC, ഓട്ടോ, ഇവർക്കൊക്കെ അവരാണ് റോഡ് ഓൺ ചെയ്യുന്നതെന്ന് അവർ വിചാരം. KSRTC ഒന്നും ഒരു മര്യാദയില്ല അവർക്ക്. അതും നമ്മുടെ ഈ ഒരു തിരുമല മങ്ങാട്ട് റോഡിൽ പോവുകയാണെങ്കിൽ ബാക്കിൽ നിന്ന് വണ്ടിയിൽ എത്ര ക്യൂ ഉണ്ടെങ്കിലും അവർ ഒതുങ്ങി കൊടുക്കത്തില്ല. അതുമല്ല അവർക്ക് എന്തോ ഒരു CM-ന്റെ പവറാണ് റോഡിലോട്ട് വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ. അത് മാത്രമല്ല ഇപ്പം നമ്മൾ ഒബ്വിയസ്ലി അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് ചിലപ്പോൾ EMI ഒക്കെ അടച്ചായിരിക്കും നമ്മളൊരു വണ്ടി റോഡിലോട്ട് ഇറക്കണം. ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെല്ലാ ദൈവത്തെയും പ്രാർത്ഥിച്ചായിരിക്കും വണ്ടി വേണം. ഒരേല്ലേ തട്ടല്ലേ മുട്ടല്ലേ എന്നാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവരൊക്കെ നമ്മളൊന്ന് സൈഡ് കീപ്പ് ചെയ്താലും ഇവരെയും കൊണ്ടുവരണം. അവർക്ക് പെട്ടെന്ന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എത്ര തട്ടിയാലും അവർക്കൊന്നുമില്ല. അവർക്കൊണ്ട് ഗ്യാരേജ് ഇടുക, സർക്കാരിൻ്റെ പൈസ ഒന്നും അറിയണ്ട. അത് നമ്മൾ ടാക്സ് കൊടുക്കുമ്പോൾ നമ്മുടെ പൈസ. എന്നിട്ടും അത് കുറച്ചുകൂടെ ഒന്ന് കെയർഫുൾ ആവണം. ഈ KSRTC നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അവർ വളരെ വേഗത്തിൽ കുറച്ച് താമസിച്ചായാലും കുഴപ്പമില്ല, യാത്രക്കാർ ഇറങ്ങി യാത്രക്കാർ പൊക്കോളും. അതിപ്പോ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നോക്കേണ്ട. കാരണം പല KSRTC ഡ്രൈവേഴ്സിന് ഒരു ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇത്ര ടൈമിൽ എത്തണം എന്നുള്ള ഒരു സാധനം ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മൊത്തത്തിൽ മാറണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ മാറിക്കഴിഞ്ഞാൽ ഒരുപാട് ആക്സിഡൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പം റീസെന്റ് എനിക്ക് പറ്റിയ ഏജിലായിട്ടുള്ള ആൾക്കാർ അവരെ അത്യാവശ്യം എന്തു പറയാം വീട്ടിൽ തന്നെ ഒന്ന് കീപ്പ് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പം ആ പുള്ളിക്കാരി മരുന്ന് മേടിക്കാനാണ് പോയത്. ചിലപ്പം വീട്ടിൽ പിള്ളേർ നോക്കുന്നില്ലായിരിക്കും, അല്ല അതുകൊണ്ടായിരിക്കും അവർ ഇറങ്ങേണ്ടി വന്നത്. പക്ഷേ ഏതൊരു ആൾക്കാർ ഇപ്പം കണ്ണിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് സംഭവിച്ച നൈറ്റാണ്. പുള്ളിക്കാരി കുറ്റം പറയാൻ പറ്റില്ല. പുള്ളിക്കാരി വാങ്ങിച്ചിട്ട് അങ്ങ് ഇറങ്ങി, പുള്ളിക്കാരി ഒന്നും ശ്രദ്ധിച്ചില്ല. ഞാനും എൻ്റെ ഒരു അത്യാവശ്യത്തിന് ഞാനും പോവുമായിരുന്നു. അപ്പോൾ ആരെയും കുറ്റം പറയുന്നല്ല, ഒരുപാട് കാര്യങ്ങൾ മാറാനുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ്സ്, ഈ പറയും പോലെ റോഡിലോട്ട് ആൾക്കാർ ക്രോസ് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ KSRTC അങ്ങനത്തെ വണ്ടികളുടെ കാര്യങ്ങൾ. പിന്നെ നമ്മളും ഓവർ സ്പീഡ് ചെയ്യാതിരിക്കുക. നമ്മളും അത്യാവശ്യം സ്പീഡൊക്കെ കുറച്ച് കൺട്രോൾഡായിട്ട് എവിടെയെങ്കിലും 9 മണിക്ക് പോകാനുണ്ടെങ്കിൽ നമ്മളൊരു 8:30 ഇറങ്ങാം. 8:30 ഇറങ്ങി വണ്ടി പതുക്കെ യൂസ് ചെയ്ത് പോവുക. ഓക്കെ ബ്രോ. സോ ഇതാണ് ബ്രോയുടെ വാഹന വിശേഷം. ബ്രോ ബൈക്കിനെ നല്ലപോലെ സ്നേഹിക്കുന്നു എന്ന് അറിയാൻ ബ്രോയുടെ ആ CT100 ഇപ്പോഴും കൊടുത്തിട്ടില്ല, ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഓക്കെ. അപ്പൊ 3 ബൈക്ക് കറന്റ് ഓൺ ചെയ്യുന്നുണ്ട്. ബ്രോ ഏതെങ്കിലും 4 വീലേഴ്സ് ഓൺ ചെയ്യുന്നുണ്ടോ? 4 വീലർ എനിക്ക് റീസെന്റ് ഞാൻ ഒരു സ്വിഫ്റ്റ്
പുതിയ മോഡൽ എൻ്റെ കയ്യിലുണ്ട്, ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, സോ ഒരു പുതിയ സ്വിഫ്റ്റ്. അപ്പം നമുക്ക് അടുത്ത പുതിയ സ്വിഫ്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം ബ്രോ. അപ്പൊ അതിനു മുമ്പ് ബ്രോ എന്തായാലും ഒരു ജിമ്മിന്റെ ട്രെയിനറാണ്. അപ്പൊ ബ്രോയ്ക്ക് ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും ഒരു ടിപ്പ് കൊടുക്കാനുണ്ടോ? ഇപ്പൊ എനിക്ക് ഇപ്പം ഞാനും ബ്രോയുടെ അവിടെ വരുന്നതാണ്. അപ്പൊ എനിക്ക് ഏറ്റവും ബ്രോ ബാക്കിയുള്ള ട്രെയിനേഴ്സിൽ നിന്ന് വ്യത്യസ്തം എന്ന് പറയുമ്പം ബാക്കിയുള്ള ഒരു ട്രെയിനർ നമ്മൾ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്ത് ഭയങ്കര വെയിറ്റ് എടുന്ന്, പക്ഷെ ബ്രോ ഏറ്റവും പറയുന്നത് ഓക്കെ ആണോ, റിലാക്സ് ചെയ്യും, റെസ്റ്റ് എടുക്കും. അപ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ്. ഇപ്പം ഒരു 2-3 ദിവസം വന്നില്ലെങ്കിൽ പോലും ബ്രോ പറയും കുഴപ്പമില്ല, വന്നാൽ മതി. അപ്പം ആ ഒരു സംഭവം ലൈക്ക് ഒരു സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ളൊരു മോട്ടിവേറ്ററാണ് ബ്രോ ജിമ്മിൻ്റെ കേസ്. അപ്പം ബ്രോയ്ക്ക് പൊതുവേ ഒരു ട്രെയിനിങ്ങിനെ പറ്റി, ജിം ട്രെയിനിങ്, കാരണം ഒരുപാട് മിത്തും കാര്യങ്ങളുണ്ട്. അതായത് ജിമ്മിൽ പോയാൽ പ്രശ്നമാണ്, വെയിറ്റ് എടുത്താൽ നമ്മുടെ ശരീരത്തിന് കുഴപ്പമാണ്, പല പ്രശ്നങ്ങളും പറ്റുന്നു. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ഒരുപാട് ആൾക്കാർക്ക് ഹെസിറ്റൻസി ഉണ്ട്. ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ബ്രോയ്ക്ക് ഒരു ടിപ്പ് എന്താണ്, ഈ ഒരു ജനറേഷന് വേണ്ടി ഒരു ടിപ്സ് എന്താണ് കൊടുക്കാനുള്ളത്? ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഇപ്പം കോവിഡ് ടൈമൊക്കെ നമ്മൾ കടന്നു വന്ന ആൾക്കാരാണ്. നമ്മൾ ഒരുപാട് കണ്ടു, ഒരുപാട് ആൾക്കാർ, നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മളെ വിട്ടു പോയി. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഏജ്ഡ് അല്ലാത്ത ആൾക്കാർ പോലും മരണപ്പെട്ടു പോയി. അതിൻ്റെയൊക്കെ ബേസിക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, നോട്ട് ബോഡി ബിൽഡിങ്, നോട്ട് അതർ സ്പോർട്സ്, എക്സസൈസ്. ഒരാൾ നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ രാവിലെ 3-4 നേരം ഫുഡ് കഴിക്കും അല്ലേ, ഇതെല്ലാം നമ്മളെ വയറ്റിലാണ് സ്റ്റോർ ആവുന്നത്. നമുക്ക് അത് ഫാറ്റാവും, കൊളസ്ട്രോൾ ആവും, പിന്നെ ജെനറ്റിക്സ്, പാരമ്പര്യമായിട്ട് നമുക്ക് എന്തൊക്കെ സംഭവങ്ങൾ വന്നിട്ടുണ്ടോ അതെല്ലാം നമ്മൾ അഫക്റ്റ് ആവാം. നമ്മൾ അച്ഛൻ്റെ അമ്മേരെയും ജെനറ്റിക്സ് നിന്നാണ് നമ്മൾ ഉണ്ടായത് അല്ലേ, അവർക്ക് അച്ഛനമ്മ അങ്ങനെ കുറേ കണക്ഷൻസാണ് നമ്മൾ ഉണ്ടായത്. അവർക്കൊക്കെ ജെനറ്റിക്സ് ഉണ്ട്, അസുഖങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മളെയും ബാധിക്കും. അപ്പം എക്സസൈസ് എന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതും ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഇതൊരു കോമ്പറ്റീഷൻ അല്ല, ഒന്നുമല്ല. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളെന്നും ഫുഡ് കഴിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, പല്ലിക്കുന്നുണ്ട്, അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എക്സസൈസ്. കോവിഡ് കഴിഞ്ഞ ശേഷം നമുക്കറിയാം കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഒരുപാട് ജിംസ് വന്നു. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും മനസ്സിലായി എക്സസൈസ് ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ മുന്നോട്ട്. പിന്നെ നമ്മളെല്ലാവരും പല ജോലികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപാട് ജോലികൾ നമുക്കുണ്ട്. നമ്മുടെ ജോലിക്ക് ഭയങ്കര സ്ട്രെസ്സുള്ള ആൾക്കാരാണ്, നമുക്ക് സ്ലീപ്പ് കിട്ടാത്ത ജോലികളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ എന്ത് വർക്കൗട്ടും ചെയ്യാവൂ. നമുക്ക് കാർഡിയോ വർക്കൗട്ട് ചെയ്യാം, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ ബോഡി കണ്ടീഷൻ, നമ്മളുടെ സ്ലീപ്പ്, നമ്മളുടെ ജോബ്, ഇത് 3 ഫാക്ടറും നമുക്ക് ഓക്കെ മാത്രമേ ഒരാൾ എക്സസൈസ് ചെയ്യാവൂ. അല്ലാണ്ട് 2 ദിവസം വന്നില്ല, 3-ാമത്തെ ദിവസം എനിക്ക് ഒരുപാട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബോഡിക്കകത്ത് എന്തെങ്കിലും പ്രശ്നം കാണും. കൊളസ്ട്രോൾ ഹൈ ആയിരിക്കും, BP ഹൈ ആയിരിക്കും, അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് പോകുന്ന ആളായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് റെസ്ട്രിക്റ്റ് ചെയ്താണ് എപ്പോഴും ചെയ്യാറുള്ളത്. ഇപ്പം ഏത് ട്രെയിനറാണോ ആയിക്കോട്ടെ, ഒരാളുടെ ബോഡി കണ്ടീഷൻ, അയാൾ ജിമ്മിൽ വരുമ്പം അയാൾ എങ്ങനെയാണ്, അയാൾ ഓക്കെ ആണോ, ഫുള്ളി എനർജറ്റിക് ആണോ, അതോ ഭയങ്കര ലോ ആണോ? ലോ ആയിട്ടുള്ള ആളെ ഒരിക്കലും വലിയ വർക്കൗട്ടിലോട്ട് പുഷ് ചെയ്യാൻ വേണ്ടി പാടില്ല. അയാളെ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്ത് ജസ്റ്റ് വാം ചെയ്യിപ്പിച്ച് ഒരു 10 മിനിറ്റ് ട്രെഡ്മില്ലോ ഒരു 10 മിനിറ്റ് സൈക്ലിങ്ങോ മാത്രം ചെയ്ത് പുള്ളിക്ക് ഹാപ്പിയാക്കി വിടുക. പുള്ളി എന്നാണോ ഇങ്ങോട്ട് പറയുന്നത് ഞാൻ ഓക്കെയാണ്, എനിക്കിന്ന് ഒരുപാട് ചെയ്യാൻ പറ്റും, എനിക്ക് ഫീലുണ്ട്, അങ്ങനെ ഉള്ളപ്പം ചെയ്യിപ്പിക്കുക. അതും ഒരുപാട് ചെയ്യിപ്പിക്കാൻ പാടില്ല. അവരെ ബ്രീത്തിങ്ങും അവരെ ബോഡി കണ്ടീഷൻ, അവർ ചെയ്യുമ്പോൾ അവർക്ക് മുഖത്ത് പറഞ്ഞ വ്യത്യാസം, അവർക്ക് ബോഡിക്ക് പറഞ്ഞ ചേഞ്ച്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരാളെ വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ. നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്യുന്ന ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, മരണപ്പെടാൻ വേണ്ടിയിട്ടല്ല. എല്ലാവർക്കും അറിയാം, ജിമ്മിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് വീഡിയോ നമ്മൾ കണ്ടു. എല്ലാവരും ട്രെഡ്മിൽ നടക്കുമ്പോൾ പെട്ടെന്ന് നെഞ്ചിൽ കൈവയ്ക്കുന്നു, വീഴുന്നു, വർക്കൗട്ട് ചെയ്യുമ്പോൾ വീഴുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സസൈസ് മാത്രമല്ല, നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ബോഡിയിൽ എന്തൊക്കെ അകത്ത് നടക്കുന്നുള്ള കാര്യം നമ്മൾ കറക്റ്റായിട്ട് എല്ലാ 3 മന്ത്സും ഒരു ബ്ലഡ് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാം. എന്തെങ്കിലും കൊളസ്ട്രോളോ BP എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നല്ലൊരു ഡോക്ടറിനെ കാണുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ട്രീറ്റ്മെൻറ്റും വേണം, വർക്കൗട്ടും വേണം, എല്ലാം വേണം. ഒരിക്കലും ഒരു രോഗം വർക്കൗട്ട് വഴി നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എക്സസൈസ് ചെയ്യാൻ. എക്സസൈസും ട്രീറ്റ്മെൻറ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ജിം, ഇപ്പം എൻ്റെ ജിം ഇവോൾ ജിം ആൻഡ് ഫിറ്റ്നസ്, നമ്മൾ ഒരു 3 പാർട്ട്നേഴ്സ് ഉണ്ട്. നമ്മൾ 3 പേരായിട്ട് നടത്തുന്നത്. ഞാനും ഇവിടെ വർക്കൗട്ട് കൊടുക്കാറുണ്ട്, ട്രെയിൻ ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ അത്യാവശ്യം സയൻറ്റിഫിക്കായിട്ടാണ് പോകുന്നത്. നമ്മളിവിടെ വന്ന ആൾക്കാരുടെ എല്ലാ ബ്ലഡ് ടെസ്റ്റും റിപ്പോർട്ട്സും എടുക്കാറുണ്ട്. നമ്മൾ അവരുടെ ഒരു ബയോഡേറ്റ ശരിയാക്കാറുണ്ട്. അത് നോക്കിയിട്ട് മാത്രമേ അവർക്ക് എക്സസൈസ് കൊടുക്കാറുള്ളൂ. ഞാനൊരു 13 years ആയിട്ട് ഈ ജിമ്മിൽ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാനൊരു നാഷണൽ പവർ ലിഫ്റ്ററാണ്, ഞാൻ നാഷണൽ വെയിറ്റ് ലിഫ്റ്ററാണ്, ഞാൻ ഓൾ ഇന്ത്യ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളാണ്. പിന്നെ സ്റ്റേറ്റ് മീറ്റ്, ജില്ലാ മീറ്റ് എല്ലാം മെഡലോ ഉള്ള ആളാണ്. അപ്പം എൻ്റെ ജിമ്മിൽ വന്ന ആൾക്കാരെല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കണം, ആർക്കും ഒരു ഇഞ്ചുറി വരാൻ പാടില്ല, ഒരുപാട് വർക്കൗട്ട് തന്നു വയ്യാണ്ടായി എന്നുള്ള കാര്യമൊന്നും വരാൻ പാടില്ല എന്നുള്ളതാണ്.
ഓക്കെ ബ്രോ, താങ്ക് യു. അപ്പം ബ്രോയുടെ ഹെൽത്ത് ടിപ്സും വെഹിക്കിൾ ടിപ്സും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബ്രോയുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡ് സ്വിഫ്റ്റിൽ നമുക്ക് കാണാം. ഓക്കെ ബ്രോ, താങ്ക് യു. താങ്ക് യു.